സഭയുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാവരും പാപം ചെയ്തു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും കുറ്റക്കാരായി തീർന്നു, എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ എല്ലാവരും പാപികളായ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാവരെയും പാപമില്ലാത്തവരായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം മോശ മുഖാന്തരം ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഒരു വചനം, ലേവ്യ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം. നിന്റെ ജനത്തിന്റെ ഇടയിൽ ആരെങ്കിലും അരുത് എന്ന് പറയുന്നതായ കാര്യങ്ങൾ അബദ്ധവശാൽ ചെയ്തു പോയെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെയുള്ള ഒരു ജനങ്ങളെ ഇന്ന് ലോകത്തിലുള്ളൂ. നോക്കൂ, ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതായ ഈ ദേശത്ത്, നമ്മുടെ രാജ്യങ്ങളൊക്കെ നമുക്ക് കോടതികളുണ്ട്, നീതിന്യായ പീഠങ്ങളുണ്ട്, അവിടെ ന്യായാധിപന്മാരുണ്ട്, വക്കീലന്മാരുണ്ട്, വാദിക്കുന്നവരുണ്ട്, പ്രമാണമുണ്ട്, നിയമങ്ങളുണ്ട്. ഓരോ കോഡുകളിൽ ഓരോ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ കോടതി നിർദ്ദേശിക്കുന്നത്, അവിടെ നിഷ്കർഷിച്ചിരിക്കുന്നതായ അരുതെന്ന് പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്ത ആ വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നവർ പരിശോധിച്ച് നോക്കുന്നു. ആ നിയമത്തിന് പ്രകാരം അവന് ശിക്ഷ കൽപ്പിക്കുന്നു. അതാണ് ഈ ലോകത്തിലെ കോടതി. എന്നാൽ ദൈവിക കോടതി എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ നാം വായിച്ചത് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന് 1-2 വാക്യം, നിന്റെ ജനത്തിന്റെ ഇടയിൽ ആരെങ്കിലും അരുത് അരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും അബദ്ധവശാൽ അത് ചെയ്തു പോയാൽ അവന് കൊടുക്കുന്നതായ രക്ഷ, അവനെ അബദ്ധങ്ങളിൽ നിന്നും സുബദ്ധങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യത അവിടെയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്ത് കഷ്ടമാണ് കർത്താവിനുണ്ടായിരുന്നത്! കർത്താവിന് അനേക പരീക്ഷകളെ നേരിടേണ്ടി വന്നു. പിശാചിൽ നിന്ന്, ശത്രുവിൽ നിന്ന്, പരീശന്മാരുടെ ഇടയിൽ നിന്ന്, താൻ ജനിച്ചു വളർന്ന വീട്ടിലെ സഹോദരന്മാരിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, ദേശക്കാരിൽ നിന്ന്, സ്വന്തം ജനത്തിൽ നിന്ന്, പരീശന്മാരിൽ നിന്നും, പ്രമാണികളിൽ നിന്നും, പള്ളിപ്രമാണികളിൽ നിന്നും, ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും, പ്രസംഗികളിൽ നിന്നും, ദേശത്തിലെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ പല ദേശവാസികളിൽ നിന്നും ഒക്കെ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഇടയിലും കർത്താവിന് പല പരീക്ഷകളെ ജയിക്കേണ്ടതായിട്ടിരുന്നു. എന്നാൽ ഒരു പരീക്ഷയിലും കർത്താവ് അബദ്ധവശാൽ ഒരു കുറ്റം ചെയ്തു എന്ന് എടുത്തു പറയത്തക്കവണ്ണം വിശുദ്ധ വചനത്തിൽ എങ്ങും കാണുന്നില്ല. അതാണ് വിശുദ്ധിയുടെ മാർഗം. കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ ഒരിടത്തും അബദ്ധവശാൽ പിഴച്ചുപോയി എന്ന് എന്നെക്കുറിച്ച് പറയുവാനില്ല, അതുപോലെ നിങ്ങളെക്കുറിച്ചും ആക്കേണ്ടതിന് നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, ഞാൻ പറയുന്നതിനെ അനുസരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്നാണ് ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്ത അതാണ്. ആരാണ് ഈ അബദ്ധം? അവനൊരു വശാലുണ്ട്, ഒരു വശീകരണ ശക്തി. അതിനെയാണ് അബദ്ധവശാൽ എന്ന് പറയുന്നത്. അരുതെന്ന് പറയുന്നതായ കാര്യങ്ങളെ ചെയ്യുവാനുള്ളതായ ഒരു മനസ്സൊരുക്കം. അതിന് ചില നിമിഷങ്ങൾ മാത്രമേ, ചില 1-2 നിമിഷം മാത്രമേ അതിന് പ്രാണവായു ശക്തിയുള്ളൂ. അത്രയും ശക്തി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഉദ്ദേശങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ പ്രതീക്ഷകളിൽ, നമ്മുടെ മോഹങ്ങളിൽ അത്ര ശക്തിമാത്തായ ഒരു പ്രഹരം അതിനെ ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമ്മെ വശീകരിക്കുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ വെച്ച് അതാണ് സംഭവിച്ചത്. ആ ഫലം ഭക്ഷിക്കരുത് എന്ന ഹൗവയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ് അനേക മാതൃകകളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തിരുവചനം എഴുതിയിരിക്കുന്നത്. തെറ്റ് ചെയ്യുവാൻ വേണ്ടി ആരും ലോകത്തിൽ ജനിച്ചിട്ടില്ല. അനേക കൊലപാതകികളെ നമുക്ക് ലോകത്തിൽ കാണാം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ജയിലറകളിൽ പോയാൽ അനേകർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവർ കൊലപാതകം ചെയ്തു, അവർ മോഷണ പ്രവൃത്തികൾ ചെയ്തു, ദേശദ്രോഹം ചെയ്തു, അടിപിടി കേസുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, അവിടെ ഉണ്ടായി. അതെല്ലാം തെറ്റുകൾ എന്ത് ചെയ്യട്ടെ, ട്രക്ക് അഡിക്റ്റുകളാണ്. പലപ്പോഴും മദ്യത്തിന് അടിമകളായി പല ദുഷ്പ്രവൃത്തികളും ചെയ്യുന്നു, ചീത്ത വിളിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എല്ലാം
പക്ഷെങ്കിൽ ആരും അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ജനിച്ചവരല്ല. ഒരു നല്ല ജീവനം ചെയ്യണം. അമ്മയുടെ ശിക്ഷണത്തിൽ ആ വീട്ടിൽ താമസിച്ചപ്പോൾ, വിദ്യാഭ്യാസം ചെയ്തപ്പോൾ, സ്കൂളിൽ പോയപ്പോൾ, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു കൊച്ചു കുഞ്ഞായി വളരുമ്പോഴൊക്കെയും നല്ലവനായി ജീവിക്കണം, ഉയരണം, അല്ലെങ്കിൽ നല്ല സമൂഹത്തിൽ നല്ലവനാകണം, പ്രസിദ്ധനാകണം എന്നൊക്കെ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അബദ്ധങ്ങൾ വശാൽ അവനെ പലയിടത്തും വശീകരിച്ച അബദ്ധങ്ങളുടെ നിരകൾ അവന്റെ ജീവിതത്തിൽ എടുത്തു പറയുവാൻ ധാരാളമുണ്ട്. അത് അവന് മാത്രമല്ല, ഒരു വിശുദ്ധന്റെ ജീവിതത്തിലും ഒരു സായാഹ്നത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി, കർത്താവെ, അബദ്ധവശാൽ ഇന്നത് സംഭവിച്ചുപോയി എന്ന് വാസ്തവമായി അവന്റെ ജീവിതത്തിൽ പറയുവാനില്ല എങ്കിൽ അവനാണ് വിശുദ്ധൻ. അവൻ ആ ജീവിതത്തെ അന്നത്തെ ദിവസം അവൻ വിശുദ്ധനായി ജീവിക്കുവാൻ അവന് കഴിഞ്ഞു. കർത്താവിന് ഒരു ദിവസം പോലും അങ്ങനെ ശിഷ്യന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ അബദ്ധവശാൽ എനിക്കിത് സംഭവിച്ചു പോയി എന്ന് കർത്താവിന് പറയുവാനില്ലായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യതകളെ മനസ്സിലാക്കുമ്പോൾ, അതിന്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് വിശുദ്ധ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, ഇവിടെ മോശയോട് ദൈവം അരുളി ചെയ്യുന്നതായ വചനം, അരുത് എന്ന് പറയുന്നതായ കാര്യങ്ങൾ പലതും നിന്റെ ജനത്തിന്റെ ഇടയിൽ അബദ്ധം വശീകരിച്ച് അവൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കുകയല്ല, അവനെ അബദ്ധങ്ങളിൽ നിന്ന് അവനെ സുബോധമുള്ളവനാക്കി കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അബദ്ധം പ്രവർത്തിക്കാതിരിക്കാൻ, അബദ്ധങ്ങൾക്ക് വശീകരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ അത് എന്താണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, ഊനമില്ലാത്ത കാളക്കിടാവിനെ യാഗം കഴിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും യാഗങ്ങൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ എണ്ണമറ്റ കാളക്കിടാക്കളെ നമുക്ക് ഓരോ ദിവസവും വാങ്ങിക്കേണ്ടി വന്നേനെ. എന്തിനാണെന്നറിയാം? യാഗം കഴിക്കുവാൻ, അതിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ, പ്രായശ്ചിത്തമുണ്ടാകുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം അറിഞ്ഞും അറിയാതെയും ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മനസാക്ഷിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെങ്കിൽ നാം പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനാലയമുണ്ട്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു സായാഹ്നത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥനാലയമുണ്ട്. ആ ആലയത്തിൽ നമ്മുടെ വാക്കുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അബദ്ധങ്ങൾ പലതും നമ്മളെ വശീകരിച്ചു. കർത്താവ് ശിഷ്യന്മാരോടുകൂടെ സഞ്ചരിക്കയിൽ പരസംഗത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ പരീശന്മാർ, യഹൂദന്മാർ കർത്താവിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കും എന്ന് കാണുവാൻ വേണ്ടി അവർ മാറി നിന്നു. യഹൂദ വിധി പ്രകാരം, ന്യായപ്രമാണത്തിന് പ്രകാരം അവൾക്ക് കൊടുക്കേണ്ടതായ ശിക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായ പ്രമാണങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ യേശു അവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കും എന്ന് കാണുവാൻ വേണ്ടി യഹൂദന്മാർ കാത്തുനിന്നു. കർത്താവ് അവളിൽ പ്രാവർത്തികമായ അവളെ വശീകരിച്ച അബദ്ധവശാലികളെ കർത്താവ് തിരിച്ചറിഞ്ഞു. അവളോട് ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. അവരെല്ലാവരും ഓരോരുത്തരായി അവരുടെ കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ താഴെയിട്ടിട്ട് അവർ പൊയ്ക്കളഞ്ഞു. യേശു അവളോട് ചോദിക്കുന്നു, മകളെ, സ്ത്രീയെ, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറയുകയാണില്ല. കർത്താവ് പറയുന്നെങ്കിൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം അവളോട് പറയുകയാണ്, ഇനിയും മേലാൽ നീ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ മനസാക്ഷി കോടതി എന്ന് പറയുന്നത് അതാണ്. ഇനിയും മേലാൽ അബദ്ധം വശാൽ ചെയ്യരുത്. നിന്നെ അബദ്ധങ്ങൾ വശാൽ ചെയ്യും അല്ലെങ്കിൽ വശീകരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കെങ്കിൽ അത് ആർക്കും ഉണ്ടാകാം, ഏത് മനുഷ്യനും ഉണ്ടാകാം. 99% ജീവിതങ്ങളും ഒരു സായാഹ്നത്തിൽ, സന്ധ്യായാമത്തിൽ ദൈവത്തോട് അബദ്ധവശാൽ എന്നുള്ളതായ കൊടാകൂടി യാഗങ്ങൾ അർപ്പിക്കുന്ന മനുഷ്യരാണ് ലോകത്തിലുള്ളത്. ക്രിസ്ത്യാനികളാകട്ടെ, ഏത് മതസ്ഥരും ഭാഷക്കാരും, ഏത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റുപറയുവാൻ ചിലതുണ്ട്. നന്മ ചെയ്യുവാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, നന്മ മാത്രം ചെയ്യുവാൻ അവർ ആഗ്രഹിച്ചു, ഇപ്പോഴും കൊതിക്കുന്നു. എങ്കിലും അവർ ഇച്ഛിക്കാത്ത തിന്മകളെ അവരെ ദിനം തോറും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവരെ വശീകരിക്കുന്ന ഒരു അബദ്ധവശാലികൾ അവരുടെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയതിനാൽ ഇച്ഛിക്കാത്ത തിന്മകളെ പ്രവർത്തിക്കുവാൻ, അവരെ സ്വാധീനിക്കുവാൻ
ആ അബദ്ധവശാലികൾക്ക് സാധിച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യുവജനങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ലോകത്തിന് മുൻപിൽ അബദ്ധവശാലികളെ പ്രദർശിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു എങ്കിൽ അതാണ് സുവിശേഷ പ്രവർത്തനത്തിന്റെ മഹാത്മ്യം, നമ്മെ ശക്തരാക്കുന്ന മഹാത്മ്യം. അതിനാണ് സുവിശേഷം എന്ന് പറയുന്നത്. അനേക വിശേഷങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഒരു തെറ്റിൽ നിന്ന് മനുഷ്യനെ തെറ്റില്ലാത്തവനാക്കി മാറ്റുന്ന, അരുതെന്ന് പറയുന്നതായ കാര്യങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു വിശേഷ വിളംബരത്തിനാണ് സുവിശേഷം, രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത്. നാം സ്വർഗത്തിൽ പോകുന്നുവെന്ന ഒരു വചനമല്ല, സ്വർഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്വർഗത്തെ അരുതുകളെ ജയിക്കുവാനുള്ള ഒരു ത്രാണി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യമായ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശുദ്ധരാകുവാൻ കഴിയുള്ളൂ. അല്ലാത്തവർ എത്ര വലിയ പുരോഹിതന്മാരായിരുന്നാലും, എത്ര വലിയ കേമന്മാരായിരുന്നാലും, പ്രസിദ്ധരായിരുന്നാലും ശരി, അവരുടെ ജീവിതത്തിൽ അബദ്ധവശാലികളുടെ ഒരു കൂന തന്നെ എപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ്. രാത്രിയാമങ്ങളിൽ, അവരുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ, പരസ്യ പ്രാർത്ഥനകളിൽ, ആരാധന മധ്യത്തിലൊക്കെ അവർക്ക് പറയുവാനുള്ളത് അബദ്ധവശാൽ, അബദ്ധവശാൽ, അബദ്ധവശാൽ. നമ്മുടെ ജീവിതത്തിലെ അബദ്ധവശാലികൾ അപ്രത്യക്ഷമാകുന്ന ഒരു ദിവസത്തിന് വേണ്ടി ദൈവം തന്റെ കൃപയാൽ നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അബദ്ധവശാലികളുടെ പ്രേരണ ശക്തി, വശീകരണ ശക്തി എത്രമാത്രം ശക്തമായി അത് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. തിന്മ ചെയ്യുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, തിന്മ പ്രവർത്തിക്കുവാൻ ഒരു കുഞ്ഞുങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നന്മ ചെയ്യുവാനാണ് ആഗ്രഹം. അവരെ സ്വാധീനിക്കുന്ന ഒരു അബദ്ധവശാൽ ശക്തിയുണ്ട്, ഒരു അബദ്ധവശാൽ പ്രേരണകളുണ്ട്, ഒരു അബദ്ധവശാൽ ഒരു ശക്തിമത്തായ ഒരു നായകത്വം അതിനുണ്ട്. അതിനെ തകർക്കുവാൻ നമുക്ക് ക്രിസ്തുയേശുവിന്റെ ശക്തിയാൽ സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നന്മ ചെയ്യുവാൻ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുവാൻ എനിക്ക് വളരെ അധികം ആഗ്രഹമുണ്ട്, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മകൾ എന്നിൽ പ്രാവർത്തികമാക്കണതിന് എന്നെ ദിനം തോറും എന്നെ മുട്ടുകുത്തിക്കുന്ന ഒരു അബദ്ധവശാലികളുടെ ശക്തി എന്റെ ജീവിതത്തിൽ പോരാടി എന്നെ തകർത്ത് കളയുന്നു, എന്നെ ജയിക്കുന്നു. ഉടനെ പൗലോസ് പറയാണ്, താൻ ഒരു പ്രസംഗിയാണ്, അപ്പോസ്തലനാണ്, സുവിശേഷകനാണ്, നീതിമാനാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്, കൃപയിൽ ആശ്രയിക്കുന്നവനാണ്. പൗലോസ് വീണ്ടും പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? അതിനുത്തരം പൗലോസ് തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ആത്മാവിൽ താൻ സംസാരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബദ്ധവശാലികളിൽ നിന്ന് ജയം കൊടുക്കുവാൻ ക്രിസ്തുയേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ പല ശക്തികളും, പല നിയമങ്ങളും, പല നിയമജ്ഞരും പലതും ചെയ്തു. ജനങ്ങളെ അബദ്ധവശാലികളിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രരാക്കാം? ഇന്ന് പകൽക്കാലം അബദ്ധവശാലികളുടെ ശക്തിയെ നീ തിരിച്ചറിയുന്നുവെങ്കിൽ നീയാണ് ലോകത്തിൽ ഭാഗ്യവാൻ. ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ സ്വർഗം സ്നേഹിച്ച ഒരു മനുഷ്യനാണ് നീ. അതിലേക്കുള്ള പ്രാരംഭ ആഗ്രഹ ഓട്ടം നിന്നിൽ ആരംഭിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അബദ്ധവശാലികൾ പരാജയമടയുന്നു. ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. ഒരു ദിവസം അബദ്ധവശാലികൾ നിന്നിൽ പരാജയമടഞ്ഞാൽ പിറ്റേ ദിവസം 7 അബദ്ധവശാലികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പോരാട്ടം ആരംഭിക്കും. അത് ശക്തിയോടെ പോരാടും. എന്നാൽ അതിനെ തിരിച്ചറിയുന്ന ഒരു ശക്തി, ഒരു പ്രാണശക്തി, ഒരാത്മശക്തി നിന്നിൽ വ്യാപരിക്കുമെങ്കിൽ, ക്രിസ്തു നിന്നിൽ വരുമെങ്കിൽ അബദ്ധം നിന്നിൽ നിന്ന് മാറും. എവിടെ യേശു ഉണ്ടോ അവിടെ അബദ്ധങ്ങൾ വഴിമാറും. എവിടെ യേശു ഉണ്ടോ അവിടെ ജയം മാത്രം ഘോഷിക്കപ്പെടുന്നു. എവിടെ യേശു ഉണ്ടോ അവിടെ വിടുതൽ മാത്രം പ്രകീർത്തിക്കപ്പെടുന്നു. എവിടെ യേശു ഉണ്ടോ അവിടെ ശക്തിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിലെ അബദ്ധവശാലികളെ തിരിച്ചറിയുവാൻ നോക്കൂ. മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ അരുത് 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 അരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അരുത് അരുത് അരുത്, അബദ്ധങ്ങളെ എടുത്തു കാണിക്കുകയാണ്. എന്നാൽ ഈ അരുതുകൾ ഒരു വശാൽ ശക്തി ആയി നമ്മുടെ ജീവിതത്തിൽ രൂപം പ്രാപിക്കുമ്പോൾ അതിന് ചില ഒരു ബോഡി
തുല്യമായ അല്ലെങ്കിൽ ഒരു ശാരീരിക തുല്യമായിട്ടുള്ളതായ ശക്തി നമ്മളിൽ പ്രാപിക്കുന്നു. നാം വളരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധവശാലികൾ വളരും. കതിരുകൾ വളരുന്നത് പോലെ കളയും വളരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഉപമകൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തന്റെ വയലിൽ വിത്ത് വിതച്ചു, അത് വളർന്നു പൊങ്ങി. കളയും രാത്രിയിൽ ശത്രു വിതച്ചു. കളയുടെ വിത്തുകളും ശത്രു രാത്രിയിൽ വിതയ്ക്കും. നീ ഉറങ്ങുമ്പോൾ അബദ്ധവശാലികൾ നിന്റെ ജീവിതത്തിൽ രൂപം പ്രാപിക്കും. അത് ശാരീരിക രൂപം പ്രാപിക്കും. കതിരുകൾ വളരുന്നത് പോലെ, നല്ല വിത്ത് വളരുന്നത് പോലെ ആ കളയും വളർന്നു പോകും. എന്നാൽ കളയെ തിരിച്ചറിയുവാൻ നിനക്കൊരു കഴിവുണ്ടെങ്കിൽ, നിനക്കതിനെ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു സമയത്തേക്ക്, ഒരു ആർജവ ശക്തിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വഴി നടത്തും. നീ ഒരു ദിവസം ജയമുള്ളവനാകും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് നീ ഉപദേശിച്ചു കൊടുക്കുക. യൗവന ലോകത്തെ രക്ഷിക്കുവാൻ അബദ്ധവശാലികളെ തിരിച്ചറിയുവാനുള്ള ശക്തി അവർക്ക് പകർന്നു കൊടുക്കുക. ദൈവത്തിൽ നിന്നുള്ളതായ ശക്തിയാൽ അതിനെ ജയിക്കുവാൻ കഴിയുമെന്നുള്ളതായ ഒരു താത്വികമായിട്ടുള്ള സുവിശേഷത്തിന്റെ ശ്രോതാക്കളായി അവരെ മാറ്റുക. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ അബദ്ധവശാലികളെ ജയിച്ചു എന്നവർക്ക് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരടിമയാക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയും. നമ്മുടെ മുൻപിൽ തന്നെ നമ്മുടെ വരും തലമുറകളെ അബദ്ധവശാലികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും അബദ്ധവശാലികൾ ഒരു വശത്തേക്ക് വശം തിരിഞ്ഞു മാറും. നാം ക്രിസ്തു മുഖാന്തരം ജയാളികളായി മാറും. അതത്രേ ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യത. ഈ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക്, ആ മാധുര്യതയിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന്റെ വചനം ഇന്നും നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.